മമ്മൂക്കയുടെ ബ്രഹ്മയുഗം സിനിമയുടെ ട്രെയിലർ കണ്ടു. ടീസർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുന്നേ ഞാൻ കുറെ നാളുകളായിട്ട് വീഡിയോയിൽ ബ്രഹ്മയുഗം എന്ന് പറയണ്ടായിരുന്നു. ഒരാൾ പോലും തിരുത്തി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സിനിമയുടെ പേര് ബ്രഹ്മയുഗം എന്നാണ്, ബ്രഹ്മയുഗം എന്നല്ല. അത് ഞാൻ പലതവണ പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും അത് എനിക്ക് തിരുത്തി തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസോട്ടാ. ഇനി അതിന്റെ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്, പ്രതീക്ഷകൾക്കപ്പുറമാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. ഒന്നാമത് ഞാൻ വീണ്ടും പറയുകയാണ്, ഭൂതകാലത്തിന്റെ ഡയറക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം. തിയേറ്ററിൽ കാണാൻ പറ്റാതെ ഒരു സങ്കടം. കാരണം സോണി OTT-യിലാണ് വന്നത്, ഫുൾ ലീവ് OTT-യിലാണ് വന്നത്. അത് തിയേറ്റർ ഡിമാൻഡ് മസ്റ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ കാരണം അത് വീട്ടിലിരുന്ന് കാണേണ്ടി വന്നു. പക്ഷെ സെനൈസറിന്റെ നല്ലൊരു ഹെഡ്ഫോണിലാണ് ഞാൻ പടം കണ്ടത്. ചുരുളി കണ്ടതിന് നേരെ ശേഷം ഉടനെ തന്നെ ചുരുളി കണ്ട് തീർത്ത് ഉടനെ തന്നെയാണ് ഞാൻ ഇത് കണ്ടത്, ഭൂതകാലം കണ്ടത്. എനിക്ക് ഭൂതകാലം എന്ന് പറഞ്ഞാൽ പടത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആ ചുരുളി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ടാണ്. പടത്തിനകത്ത് രേവതിനെയും ഷെയ്നെയും കണ്ടപ്പോൾ അങ്ങ് കണ്ട. ഞാൻ വിചാരിച്ചത് എന്തോ നമ്മുടെ കബഡി നേരത്തെ പരിപാടി അങ്ങനെ എന്തോ സംഭവമാണ്, എന്തോ സദാനന്ദന്റെ സമയം പോലത്തെ എന്തോ സിനിമയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഹൊറർ പടമെന്ന് പോലും. പക്ഷെ ആ ഒരു കാഴ്ച എൻ്റെ പൊന്നോ ഞാൻ മറക്കില്ല. കാരണം വേറെ ലെവല് മേക്കിങ്ങും ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുള്ള വെച്ച് ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം വേറെ ലെവൽ ഒരു പടം കണ്ട്. അത് ആക്സിഡന്റലി കണ്ട പടമാണെങ്കിലും ഒരു രക്ഷയില്ല, എന്നെ മനം കവർന്നൊരു പടമാണ്. ഞാൻ ആ സിനിമ എത്ര തവണ കണ്ടിരുന്നത് എനിക്ക് കഴിഞ്ഞാൽ അറിയില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു സിനിമ. ഒന്നാമത് ഷെയ്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രേവതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രേവതിയുടെ പണ്ടത്തെ ഒരു പടമുണ്ട് രാത്ത് എന്ന് പറഞ്ഞിട്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആ രാത്ത് കണ്ടവർക്ക് മനസ്സിലാവും. രേവതി ഹൊറർ സിനിമയിൽ ഇടുക്കാച്ചി പെർഫോമൻസ് ആണ്. അത് മലയാളത്തിൽ വന്ന് റിപ്പീറ്റും ചെയ്തു. അന്യായ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ അവാർഡും നേടി. വെൽ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡായിരുന്നു. ഒന്നും പറയണ്ടല്ല, അമ്മാരി കിടിലം പടം, അത്ര കിടിലം പടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ടർ ആണ് ബ്രഹ്മയുഗം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് തൊട്ട് തന്നെ ഡിഫറെൻറ്റ്. മുഴുനീള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, മോണോക്രോം ചിത്രം എന്ന് തോന്നുന്നുണ്ട്. എന്നാലും അത് തന്നെ ഒരു എന്താണെന്നറിയില്ല, എനിക്ക് ആൽഫ്രഡ് ഹിച്ചോക്ക് മൂവീസിൻ്റെ ഒരു വൈബ് അടിച്ചു ഈ പടത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു തരി പോലും ബോറടിപ്പിക്കാൻ പറ്റാതെ, അതായത് ബോറടിപ്പിക്കാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഡയറക്ടറാണ് ആൽഫ്രഡ് ഹിച്ചോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ എവിടെയൊക്കെ ഒരു ആൽഫ്രഡ് ഹിച്ചോക്കിൻ്റെ ഒരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ആൽഫ്രഡ് ഹിച്ചോക്കിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലെയാണ് എനിക്ക് ഇന്നലെ ഡയറക്ടറിന് തോന്നിയത്. എന്തായാലും എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ കൊതിയായിട്ട് മേലാന്നുള്ളതാണ്. ഞാൻ വളരെയധികം ഉറ്റു നോക്കുന്ന ഒരു സിനിമ. ഇതൊക്കെ കൂടാതെ മമ്മൂക്കയുടെ അപ്പിയറൻസ് തൊട്ട് മനയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഡയലോഗ് വരെ എൻ്റെ അപ്പോനും അത് പറഞ്ഞിരിക്കുന്ന രീതി മൊത്തം അത് ഇതൊരു ഹൊററാണ്, സൈക്കോട്ടിക് ത്രില്ലറാണ്, ഒരു സൈക്കോളജിക്കൽ രീതിയിലുള്ള ത്രില്ലർ മൂവിയാണ്. മനസ്സിലാവണല്ല, ഒരു പിടുത്തം തരാത്ത രീതിയിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സസ്പെൻസ് സംഭവം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ അർജുൻ ഈ ഇടയായിട്ടുള്ള എല്ലാ സിനിമകളിലും അർജുൻ അശോകൻ കിടിലം പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെയാണെന്നാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഇതിന് മുന്നേ വേല എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഭരതന്റെ അതിനകത്ത് പെർഫോമൻസ് ഉണ്ടെങ്കിൽ കോരി തിരിച്ചു പറ്റി ഞാൻ പുള്ളിയുടെ നേരിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ 3 പേരും പെർഫോം ചെയ്ത് തകർക്കാനുള്ള കാര്യമുണ്ട്. നമുക്ക് പിന്നെ എയ്സ് സീനാണ്, കേക്ക് വാക്കാണ് മമ്മൂക്ക്. പക്ഷെ ബാക്കി 2 പേരും മമ്മൂക്കയുടെ കൂടെ പിടിച്ചെക്കോ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ സിനിമയുടെ ഓവറോൾ മേക്കിംഗ് എനിക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം. ഇത് അപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ടുള്ള മറ്റൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എൻ്റെ എക്സ്പെക്ടേഷൻ ഇസ് വെരി ഹൈ. ബട്ട് എനിക്ക് തോന്നുന്നത് അത് മീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ ട്രെയിലർ എൻ്റെ പൊന്നളിയ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിടില്ല. ഞാൻ ട്രെയിലർ 3 തവണയെങ്കിലും കണ്ട്. ആദ്യം മൊബൈലിൽ കണ്ടു നോക്കി, പിന്നെ നമ്മുടെ TWS വെച്ച് കണ്ടു നോക്കി, പിന്നെ വയർഡ് ഹെഡ്സെറ്റും വെച്ച് കണ്ടു നോക്കി. എൻ്റെ മോനെ സീനാണ്. ഇതിൻ്റെ സൗണ്ട് മേക്കിംഗ് തന്നെ വേറെ ലീഗ്. അതും ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട് മമ്മൂക്കനെ കാണിക്കുന്നത്, ചളി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഐ ആം
പംപ്ഡ്, ഐ എം ത്രിൽഡ് ഈ സിനിമ കാണാൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരുന്ന വിടുതൽ ആസ് ഓൾവേസ് ലേസറിൽ തന്നെ കാണുന്നതായിരിക്കും. കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാ തിയേറ്ററും ബുക്ക് ചെയ്ത് കളയരുത്. സാധാരണക്കാർക്ക് കയറാനുള്ള ഒരു ലേസർ തിയേറ്റർ ബാക്കി വെച്ചേക്കണം എന്ന് പറയണതാണ്. എല്ലാം കൂടി കൊണ്ടുപോയി നിങ്ങൾ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരന് സ്ക്രീൻ ഉണ്ടാവില്ല കാണാനായിട്ടാണ്. ആ പരിപാടി മാത്രം കാണിക്കരുത്. അത്ര എനിക്ക് ആ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ അതിപ്പോൾ രാവിലെ 5 മണിയായാലും ശരി 4 മണിയായാലും ശരി 9, 10 ഏതാണോ ആദ്യത്തെ ഷോ അത് കണ്ടിരിക്കും ഈ പടം. അതത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ റിയാക്ഷൻ. ഞാൻ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഡീകോഡിങ് പരിപാടിയൊക്കെ ഉണ്ണിയുടെ ചാനലിലുണ്ടാവും. ഞാൻ ഉണ്ണിയുടെ ഡീകോഡിങ് വീഡിയോസ് കാണാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഭൂരിഭാഗം സമയത്തും ഉണ്ണി ഡീകോഡ് ചെയ്ത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മൂവി എക്സ്പീരിയൻസ് കുളവും. അതുകൊണ്ട് ഞാൻ ഉണ്ണിയുടെ ഡീകോഡിങ് വീഡിയോസ് കാണാറില്ല. അപ്പോൾ ട്രെയിലർ ഡീകോഡിങ് പരിപാടിക്കൊക്കെ ഉണ്ണി വ്ളോഗ്സ് പോയി നോക്കിയാൽ മതി. അതിനകത്ത് ഉണ്ണി നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ട്രെയിലർ ഡീകോഡിങ്ങിന് ഇതിൽ ഉണ്ണി വേറെ ലെവലാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കാണാത്തത്. കാരണം സിനിമ കാണുന്ന മുന്നേ ഡീകോഡിങ് എങ്ങാനും എടുത്ത് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സസ്പെൻസ് ഒക്കെ ചിലപ്പോൾ കുളവും, അല്ലെങ്കിൽ എൻ്റെ കഥ മൊത്തം ഉണ്ണി പറഞ്ഞു കളയും ചിലപ്പോൾ നേരത്തെ. അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം പോലും ഞാനിപ്പോൾ കാണാറില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ പിന്നീട് കുറച്ച് നാൾക്ക് ശേഷമൊക്കെ ഡീകോഡിങ് വീഡിയോ കാണുള്ളൂ. ഉണ്ണി സോറി കേട്ടോ, അത് വേറെ നിവർത്തില്ല. എനിക്ക് മനസ്സിലാവും തോന്നുന്നു എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ ഞാൻ കണ്ടിട്ട് അഭിപ്രായം ഇടുന്നതായിരിക്കും. മൈ എക്സ്പെക്ടേഷൻ ഇസ് ത്രൂ ദ റൂഫ്. അപ്പോൾ എന്തായാലും ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്.